السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സുഹൃത്ത് അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ സാഹിബിൻ്റെ തൂലികയിലൂടെ മഹത്തായ 4 ഗ്രന്ഥങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മാധ്യമങ്ങൾ മനസ്സ് മലിനമാക്കുമ്പോൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ് ഈ ഉള്ളവൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ അക്ഷരം പ്രതി വായിക്കാനും പരിശോധിക്കാനും സമയം ലഭിച്ചിട്ടില്ലെങ്കിലും അതിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ അവസരം ലഭിച്ചു എന്നതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അറിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുദീർഘമായി സംസാരിക്കാൻ നമുക്ക് അവസരമില്ല, വളരെ പരിമിതമായ സമയമാണുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമിന്റെ മനസ്സ് ദാഹിക്കുന്ന, ഈമാനുള്ള സർവ സഹോദരീ സഹോദരങ്ങളുടെയും മനസ്സ് വല്ലാതെ വിഷമിച്ചു പോകുന്ന ഒരു പ്രധാന വിഷയത്തിലേക്കുള്ള ദിശാബോധം നൽകുന്ന ഗ്രന്ഥമാണ് മാധ്യമങ്ങൾ മനസ്സ് മലിനമാക്കുമ്പോൾ എന്ന പുസ്തകം. നമ്മുടെ എല്ലാവരുടെയും സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, വളരെയേറെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു ഇന്ന് മാധ്യമങ്ങൾ എന്നത്. ലോകത്ത് പല രൂപത്തിലും ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ മനസ്സ് ദുഷിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോഴും അതിനേക്കാളെല്ലാം ശക്തമായ നിലക്ക് ഒരു മുസ്ലിമിന്റെ അടുക്കള തൊട്ട് അവന്റെ സ്വീകരണമുറി മുതൽ എല്ലാ മേഖലയിലും അവരറിയാതെ തന്നെ അരിച്ചിറങ്ങി വന്ന് അവിടെ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ പ്രായഭേദമില്ലാതെ ആരായിരുന്നാലും അവരുടെ മനസ്സുകളെ ഇവരുദ്ദേശിക്കുന്ന ചില പ്രത്യേകമായ മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക മീഡിയകൾ. വളരെ സുദീർഘമായി പറയേണ്ടുന്ന ഒരു കാര്യമാണത്. ഞാൻ ആ സുദീർഘതയിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ നമുക്കൊക്കെ ഒരു കാര്യം ചെയ്യാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ വിലപ്പെട്ട സമയവും ഈ മീഡിയകളുടെ മുമ്പിൽ അഥവാ ദൃശ്യമാധ്യമങ്ങളാണ് ഇന്ന് ഏറെ ദുസ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു മീഡിയയും നമുക്ക് അന്യമായൊരു മീഡിയ ഇല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായി ബഹിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറയപ്പെടാവുന്ന ഒരു മീഡിയയും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന് സംവിധാനങ്ങൾ ധാരാളം ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ്. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കത്തി, അതുകൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു.
നല്ല മധുരമുള്ള പഴങ്ങൾ മുറിക്കാൻ ആ കത്തി ഉപയോഗപ്പെടുത്തുമ്പോൾ, അതുപോലെ തന്നെ പാകമായ ഒരു പഴക്കുല വാഴയിൽ നിന്ന് വെട്ടിയെടുക്കാൻ ആ കത്തി ഉപയോഗപ്പെടുത്തുമ്പോൾ, രുചികരമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ട വസ്തുക്കൾ അരിഞ്ഞ് വൃത്തിയായി ശരിപ്പെടുത്താൻ വേണ്ടി ആ കത്തി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്കത് വല്ലാത്തൊരു ആനന്ദം തോന്നാറുണ്ട്, ഉപയോഗമുള്ള ഒരു വസ്തുവായി കാണാറുണ്ട്. നാം അതുകൊണ്ടുള്ള ഉപയോഗം ധാരാളമായി ആസ്വദിക്കാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അതേ അവസരത്തിൽ തന്നെ അതേ കത്തിയെടുത്തുകൊണ്ട് ആ കുടുംബത്തിലെ ഒരു വ്യക്തി പ്രകോപിതനായി ആ വ്യക്തികളെ, കുടുംബത്തിൽ തന്നോടൊപ്പം താമസിക്കുന്ന ആളുകളുടെ കഴുത്തിൽ അല്ലെങ്കിൽ നെഞ്ചത്ത് അല്ലെങ്കിൽ വയറ്റിൽ ആ കഠാര കുത്തിയിറക്കുന്ന, എന്നിട്ട് രക്തം ചീറ്റുന്നത് കാണുമ്പോൾ മനസ്സിൽ ഒരു രാക്ഷസീയമായ ഒരു ആഹ്ലാദം അവന്റെ മനസ്സിൽ പ്രകടമാകുന്ന ഒരു ദുരന്തം. ഇതിനെക്കുറിച്ച് രണ്ടും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. രണ്ടും ഉപയോഗപ്പെടുത്തിയത് ഒരേ ആയുധമാണ്, ഒരേ കത്തിയാണ് നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ആനന്ദവും പകർന്നതെങ്കിൽ അതേ കത്തിയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭീകരമായ ഒരവസ്ഥ സൃഷ്ടിച്ചെടുത്തത്. ഇതൊരു ഉദാഹരണം മാത്രം. ഇതാണ് സഹോദരങ്ങളെ ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടിന്റെ സ്വീകരണ മുറിയിൽ നാം സ്ഥാപിച്ചിട്ടുള്ള ആ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ ആ മീഡിയയിലൂടെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ ഉപമിക്കുകയാണെങ്കിൽ ഈ ഉള്ളവന് തോന്നുന്നത് അങ്ങനെ പറയാനാണ്. അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും സജ്ജീകരണങ്ങളെയും അർഹമുർ-റാഹിമീനായ നാഥൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഏർപ്പെടുത്തിയോ ആ ലക്ഷ്യത്തിന്റെ നേർ വിപരീതമായ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന പൈശാചികതയുടെ കൂത്തരങ്ങമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഓരോ വിഭാഗത്തിൽ പരിശോധിച്ചു നോക്കിയാലും നമ്മുടെ മീഡിയകൾ. ഇതിന്റെ മാരകമായ വിഷബീജങ്ങൾ അനുഭവിക്കുന്നത് കുടുംബത്തിലെ എല്ലാ തരം ആളുകളുമാണ്. പ്രായമായ മാതാപിതാക്കൾ, അതേപോലെ തന്നെ വിവാഹിതരായി ജീവിക്കുന്നവരുടെ ദമ്പതികളായി ജീവിക്കുന്ന യുവതീ യുവാക്കൾ, അവരുടെ കുടുംബത്തിൽ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന ആ തലമുറ, ബാല്യകാലം പിന്നിട്ട് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കുമൊക്കെ കാലെടുത്ത് വെക്കുന്ന മനുഷ്യരുടെ വ്യത്യസ്ത പ്രായങ്ങളിൽ വരുന്ന ആളുകൾ, ഈ ആളുകളൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ മാരകമായ വിഷബീജം അതവരെ ത്രസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് സഹോദരങ്ങളെ. വിശ്വാസരംഗം മലീമസമാക്കുന്നതിൽ കാര്യമായ പങ്ക് ഈ ദൃശ്യമാധ്യമങ്ങൾക്കാണ്. കർമ്മരംഗം മലീമസമാക്കുന്നതിൽ വലിയൊരു പങ്ക് ഇതിനാണ്. മനുഷ്യൻ എത്ര തന്നെ തഖ്വയോടുകൂടെ ജീവിക്കണം എന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ല. നിന്നെ ഞാൻ എന്റേതായ താവളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് പിശാച് പറഞ്ഞില്ലേ, ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. നിന്റെ നേരിന്റെ മാർഗത്തിൽ നേരായ റൂട്ടിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അതിലേക്ക് അടുക്കാൻ സമ്മതിക്കാതെ ആ മാർഗത്തിൽ ഞാൻ കുറ്റിയിരിപ്പ് നടത്തും. എന്നിട്ട് അവരെ അതിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ, അങ്ങനെ നാനാവിധത്തിലൂടെയും ഞാൻ അവരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എന്റെ ലക്ഷ്യമെന്തെന്നല്ലേ, വലാ തജിദു അക്സറഹും ശാകിരീൻ. പിന്നെ നിനക്ക് ശുക്ർ ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന നിലക്കുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പിരിഞ്ഞു പോന്നവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ ഈ മീഡിയയിലൂടെ. ഇതിന്റെ അപകടകരമായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലെ ധാരാളം അധ്യായങ്ങളിലൂടെ എന്റെ സഹോദരൻ മൊയ്നുദ്ദീൻ രചിച്ചിട്ടുള്ളത്. ആ പുസ്തകം ഇങ്ങനെ വായിച്ചു നീങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനത് ഇരുന്ന ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാവുന്ന നിലക്ക് സരളമായ ലളിതമായ ഒരു ശൈലിയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ആ പുസ്തകത്തിൽ ഏതാനും അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആദ്യം തന്നെ പറയുന്നത് മാധ്യമങ്ങൾ മനസ്സ് ക്രൂരമാക്കുമ്പോൾ എന്ന ഒരു അധ്യായമാണ് ആദ്യം വരുന്നത്. അതിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഈ മീഡിയകളിലൂടെ പല രംഗങ്ങളും കണ്ടുകൊണ്ട്
വയലൻസ് നിറഞ്ഞ, അക്രമങ്ങൾ നിറഞ്ഞ, ക്രൂരതകൾ നിറഞ്ഞ പല രൂപത്തിലുള്ള ദൃശ്യങ്ങൾ ഈ പ്രോഗ്രാമുകളിലൂടെ നിരന്തരമായി കാണുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ചെറുപ്പക്കാർ, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള വെബ്സൈറ്റുകൾ നിരന്തരമായി സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രായത്തിലുള്ള ആളുകൾ, ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മനസ്സിലുണ്ടാക്കിയ ദുസ്വാധീനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന പത്രവാർത്തകളോടെയാണ് ആ ലേഖനത്തിന്റെ അല്ലെങ്കിൽ ആ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 14-കാരനായ ഒരു വിദ്യാർത്ഥി സഹപാഠികളായ 20ഓളം പേരെ നിറയൊഴിച്ചു കൊന്ന ഒരു വിദ്യാലയത്തിന്റെ റിപ്പോർട്ട് ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം മാത്രമാണ്. ആ സ്വാധീനം എങ്ങനെ ഉണ്ടായി എന്നതാണ് ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ 2ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ടീച്ചറെ ഞങ്ങൾ പീഡനം കളിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വളരെ നമ്മുടെ മനസ്സ്, ആരും വായിച്ചാലും മനസ്സ് പൊട്ടിപ്പോകുന്ന ഒരു രംഗമാണ് അതിൽ പറയുന്നത്. ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കൊച്ചുകുട്ടികൾ, പ്രൈമറി തലത്തിലെ കുട്ടികൾ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങനെ അഴിച്ചു മാറ്റുന്ന കാഴ്ച, എന്നിട്ട് ആ പെൺകുട്ടിയെ ക്രൂരമായി മലർത്തിക്കിടത്തി തുരുതുരാ ഉമ്മ വെക്കുന്നതും പീഡനം നടത്തുന്നതുമൊക്കെയായ ഒരു രംഗം. ഇത് കണ്ടുകൊണ്ടാണ് ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നത്. ഈ ടീച്ചർ വിചാരിച്ചത് ഈ കുട്ടിയെ ദ്രോഹിക്കുകയാണ് എന്ന നിലക്ക് പെട്ടെന്ന് ഈ കുട്ടിയെ പിടിച്ചു മാറ്റിയപ്പോ ഈ കിടന്നിരുന്ന കുട്ടി എഴുന്നേറ്റിട്ട് ടീച്ചറോട് പറയാണ്, ടീച്ചറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പീഡനം കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിരന്തരം ഇതുപോലെയുള്ള ബലാത്സംഗത്തിന്റെയും ക്രൂരമായ പീഡനങ്ങളുടെയും അർദ്ധനഗ്നകളുടെയും നഗ്നകളുടെയും സമ്പൂർണ്ണ നഗ്നകളുടെയും കാമകേളികളുടെ കൂത്തരങ്ങളുടെ ദൃശ്യങ്ങൾ ആവോളം വീട്ടിലെ ടിവിയിൽ നിന്നും അതുപോലെ തന്നെ റൂമിൽ ഒരുക്കിക്കൊടുത്തിട്ടുള്ള ഈ കമ്പ്യൂട്ടറിന്റെ സൈറ്റുകളിലൂടെയും അതേപോലെ തന്നെ വൈവിധ്യമാർന്ന രംഗങ്ങൾ കണ്ടിട്ട് അത് കുട്ടികൾ അനുകരിച്ചതാണ്. പണ്ടൊക്കെ അനുകരിക്കൽ പുട്ടുചുട്ടിട്ടായിരുന്നു, അതേപോലെ തന്നെ ചോറുണ്ടാക്കിയിട്ടായിരുന്നു, അതുപോലെ ഉമ്മയും ബാപ്പയും കളിച്ചിട്ടായിരുന്നു, അതുപോലെ തന്നെ വീട്ടിൽ കച്ചവടം നടത്തുന്നതും ആ രൂപത്തിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ആയിട്ടായിരുന്നു. ഇന്ന് ഇതല്ല. ഇന്ന് കുട്ടികളൊക്കെ കാണുന്നത് ഇതാണ്. നിരന്തരം നമ്മൾ കാണാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ആരാണ് സഹോദരന്മാരെ ഇതിന് ഉത്തരവാദികൾ? ഞാനും നിങ്ങളും ഉത്തരവാദികളാണ്. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നാം സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. TV എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. 100 കണക്കിന് ചാനലുകൾ, പേ ചാനലുകളും ഫ്രീ ചാനലുകളും ഏതായിരുന്നാലും നമ്മുടെ വീടുകളിൽ കുട്ടികൾ ആസ്വദിക്കുകയാണ്. എന്തിന് കുട്ടികളെ പറയണം? ഇത് കാണാൻ ബാപ്പ ഇരുന്നു കൊടുക്കുകയാണ്, ഉമ്മ ഇരുന്നു കൊടുക്കുകയാണ്. ഉമ്മയും ബാപ്പയും മക്കളും ജ്യേഷ്ഠാനുജന്മാരും എല്ലാവരും കൂടെ ഒന്നിച്ചൊരു സോഫയിൽ ചാരിയിരുന്ന് ഒരു റൂമിലിരുന്നു കൊണ്ട് ഈ വൃത്തികെട്ട രംഗങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന, അതിന്റെ മാരകമായ ഏറ്റവും വലിയ അപകടകരമായ അതിന്റെ ഫലങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നേളിച്ചു കാണിക്കുന്നത്. അതാണ് മുഴുവൻ ഇതിൽ ചർച്ച. എന്താണ് സഹോദരന്മാരെ മനസ്സിനുണ്ടായ ഒരു സന്തോഷം? ഒരാളെങ്കിലും ഇതൊന്ന് കൃത്യമായിട്ട് ഈ സമൂഹത്തെ പരിചയപ്പെടുത്താനുണ്ടായല്ലോ. പക്ഷേ ഇത് പരിചയപ്പെടുത്തലിൽ ഒതുങ്ങരുത് സഹോദരങ്ങളെ. ഈ പുസ്തകം നിങ്ങൾ വായിച്ചോ വായിച്ചില്ലേ എന്നതല്ല, അതിന്റെ പ്രധാനപ്പെട്ട വശം ഇതാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഈ പിശാച്ചിനെ ഇറക്കി വിടണം. ഇതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇതിന് ഞാൻ തയ്യാറുണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പിശാച്ചിനെ ഇറക്കിവിടാൻ ഞാനും നിങ്ങളും തയ്യാറുണ്ടോ? നാം പറയുന്നു ന്യൂസ് കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ ഈ ചാനലുകൾ നാം ഏർപ്പെടുത്തിയത്. പക്ഷേ ന്യൂസിന്റെ രംഗം വരുമ്പോൾ മാത്രമാണ് നാം എഴുന്നേറ്റ് പോകുന്നത്. ന്യൂസിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ അടുക്കളയിലേക്ക് അരി ഇളക്കാൻ പോകുന്നതും അതുപോലെ തന്നെ കറിക്കരിയാൻ വേണ്ടി പോകുന്നതും ഒക്കെ എപ്പോഴായി ന്യൂസ് വരുന്ന സമയത്താ. മറ്റവസരങ്ങളിലൊക്കെ ആളുകൾ സജീവമാണ്. വാങ്ങിയത് എന്ത് പറഞ്ഞിട്ടാ? ചാനൽ കണക്ഷൻ എടുത്തത് എന്ത് പറഞ്ഞിട്ടാ? ന്യൂസ് കാണാനാണ് എന്നും പറഞ്ഞുകൊണ്ട്. ഈ ഒരു മറവിൽ നമ്മുടെ വീടുകളിൽ അശ്ലീലതയാണ് അഴിഞ്ഞാടുന്നത്. ഏറ്റവും വലിയ വൃത്തികേടാണ് നമ്മുടെ വീടുകളിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരു 10 വർഷം മുമ്പ് അത്തരത്തിൽ ഒരു പോസ്റ്റർ വരെ ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോ ആ കുട്ടി ആ പോസ്റ്റർ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടാ അങ്ങാടിയിലൂടെ നടന്നു പോകാറുള്ളത്. ഒരു സിനിമാ പോസ്റ്റർ ഒരു വൃത്തികെട്ടത് കണ്ടാൽ എന്റെ മോന്റെ കണ്ണതിൽ പതിയരുത്, ഞാനും അവരും കൂടെ അത് കാണുന്നൊരവസ്ഥ. അവൻ എന്നോടെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന ഒരു മാനസികമായ വിഷമം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഇന്ന് പോയി. ഇന്ന് അതല്ല. ഇന്ന് ഫ്രീ ആയി കിടപ്പറയിൽ നടക്കുന്ന സ്വകാര്യമായ നിമിഷങ്ങൾ
പോർണോഗ്രഫി, ആ നിലക്കുള്ള ഏത് പേരുകൾ പറഞ്ഞാലും ശരി, സൈറ്റുകളിലൂടെ, ടെലിവിഷനിലൂടെ, പേ ചാനലുകളിലൂടെ എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ശക്തമായ നിലക്കത് പച്ചയായി വളരെ ക്ലിയറായി കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുമ്പോ അത് ഒരുമിച്ചിരുന്ന് കാണാൻ ഇന്ന് ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും ഒരു അച്ഛനും ഒരു അമ്മക്കും ഒരു ജ്യേഷ്ഠനും ഒരു ഇക്കാക്കാക്കും ഇന്നൊരു മടിയില്ലാതായിരിക്കുന്നു. പ്രതികരണശേഷി എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ മോശത്തരത്തിന് ഉത്തരവാദിയായി മാറുന്നത്? ഞാനും നിങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളും ഇങ്ങനെ പറയാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു നമ്മുടെ വീടുകളിൽ. നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടർ പഠിക്കണം. അവർ നെറ്റുകൾ ഓരോ രൂപത്തിലും കൃത്യമായി അതിന്റെ ABCDയും അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. അതിലൊരിക്കലും എതിരഭിപ്രായമുള്ളവനല്ല ഈ ഉള്ളവരും. നിങ്ങളെപ്പോലെ ആ മീഡിയയെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്ന ആൾ തന്നെയാണ്. പക്ഷേ എല്ലാവരോടും വിനീതമായി പറയാനുള്ളത് ഒരു വാക്കാണ്. ദയവായി നിങ്ങളുടെ വീടുകളിലെ നെറ്റ് സൗകര്യങ്ങളും അടങ്ങുന്ന കമ്പ്യൂട്ടർ ഒരിക്കലും കുട്ടികൾ പഠിക്കുന്ന സ്വകാര്യ റൂമുകളിൽ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ വീടുകൾ നെറ്റ് ഉപയോഗിച്ചോളൂ. നെറ്റ് സൗകര്യം, കണക്ഷൻ ഉണ്ടായിക്കോട്ടെ, കമ്പ്യൂട്ടർ സൗകര്യം ഉണ്ടായിക്കോട്ടെ. പക്ഷേ അത് നിങ്ങൾക്കെല്ലാവർക്കും കാണാവുന്ന ഒരു പൊതുസ്ഥലത്തായിരിക്കണം നിങ്ങൾ നെറ്റ് കണക്ഷനുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫിറ്റ് ചെയ്യേണ്ടത്. ഇതൊരു വിനീതമായ അഭിപ്രായമാണ്. കാരണം എന്താണെന്നറിയോ? വീട്ടിലെ എല്ലാ മെമ്പർമാർക്കും അറിഞ്ഞുകൂടാ എന്താ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്ത എത്രയോ രക്ഷിതാക്കളുണ്ട്. വാതിലടച്ച് കുട്ടികൾ നെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നൊടിയിട കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്ന് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സൈറ്റിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ നമ്മുടെ മക്കൾക്ക് കഴിയും. നമുക്കതറിയില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂല. സെക്കൻഡ് ഇട കൊണ്ട് അവർ മാറും. പെട്ടെന്ന് അവരുടെ പാഠഭാഗങ്ങളിലേക്ക് വരും. സ്ക്രീനിൽ നിങ്ങൾ നോക്കുമ്പോൾ അത് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ സയൻസിന് ആവശ്യമായ നോട്ട്സ് അവൻ തയ്യാറാക്കുകയാണ്. ഇപ്പോൾ അത് കോപ്പി എടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ തൊട്ട് മുമ്പത്തെ സെക്കൻഡിൽ അവൻ കണ്ടിരുന്നത് പച്ചയായി പറയാൻ മടിക്കുന്ന, ഈ സ്റ്റേജിൽ വെച്ച് പറയാൻ മടിക്കുന്ന വൃത്തികേടുകളാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതവൻ ഡൗൺലോഡ് ചെയ്യുകയാണ്, അതവൻ കോപ്പി എടുക്കുകയാണ്, അത് മൊബൈലുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ മെസ്സേജ് അയക്കുകയാണ്, ബ്ലൂടൂത്ത് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോശപ്പെട്ട രൂപത്തിൽ ഏതെല്ലാം നിലക്കുന്ന കലാലയങ്ങളിൽ അധ്യാപികമാർ അനുഭവിച്ച് പങ്കുവെച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ മൊയ്നുദ്ദീൻ സാഹിബ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എവിടെയുള്ള അധ്യാപികമാർ? യൂറോപ്പിലുള്ള അധ്യാപികമാരല്ല, വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള അധ്യാപികമാരല്ല, നമ്മുടെ കേരളക്കരയിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാർ, മലയാളികൾ പങ്കുവെച്ചത്, ഗൾഫ് രാജ്യത്ത് പഠിപ്പിക്കുന്ന മലയാളി അധ്യാപകന്മാർ പങ്കുവെച്ച അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. പച്ചയായ യാഥാർത്ഥ്യമാണ്. ഒരു വെളിപ്പാടകരെ ഇന്നും നാളെയുമൊക്കെ, ഇന്നലെയൊക്കെ മറ്റുള്ളവരുടെ മക്കളായിരുന്നുവെങ്കിൽ നാളെ അത് നമ്മുടെ മക്കളായി വരുന്ന ഒരു ദുരന്തം. അതിന് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന താക്കീതാണ് ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുകയല്ല. സഹോദരന്മാരെ, വേദനയുണ്ട്, വളരെ വേദനയുണ്ട്. മനുഷ്യനെ മോശപ്പെട്ട രൂപത്തിലുള്ള സംസ്കാരത്തിലേക്ക് നയിക്കുന്ന സിനിമാ ഗാനങ്ങൾ, അതിന്റെ രംഗങ്ങൾ, മുസ്ലിം ഗാനങ്ങളാണ് എന്ന പേരിൽ ഇറങ്ങുന്ന ആൽബങ്ങൾ വരെ ചെകുത്താന്റെ വിളയാട്ടമാണ്. മുസ്ലിം ഗാനങ്ങളെന്നാണ് പേര്. എന്നിട്ടോ മരം ചുറ്റി പ്രേമവും അല്ലാത്ത പ്രേമവുമായി മുസ്ലിം ഗാനങ്ങൾ എന്ന പേരിൽ ചെകുത്താന്മാര് കൂത്താടുന്ന ആ ഒരു രംഗമാണ് നമ്മുടെ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആൽബങ്ങളാണ് നാം വാങ്ങിക്കൊണ്ടുപോയി കൂട്ടുകാർക്ക് സമ്മാനിക്കുന്നത്. ആ ആൽബങ്ങളാണ് നാം കൊണ്ടുപോയിട്ട് ആളുകൾക്ക് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഉപയോഗപ്പെടുത്തുന്നത് ഇതൊക്കെയാണ്. ഈ രൂപത്തിൽ ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെ ഈ അഴുക്കുകൾ ധാരാളമായി നമ്മുടെ വീടുകളിലേക്ക്, എന്റെയും നിങ്ങളുടെയും മക്കളുടെയും അല്ലാത്തവരുടെയും മനസ്സുകളിലേക്ക് അരിച്ചിറങ്ങുന്നതിനെതിരെ ശക്തമായ ആ കൂരിരുട്ടിനിടയിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു പ്രത്യേകമായ ഒരു വെള്ളിരേഖയാണ് എന്റെ സഹോദരൻ മൊയ്നുദ്ദീൻ രചിച്ച ഈ പുസ്തകം എന്നാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ പുസ്തകം വെറുതെ വായിച്ചു തള്ളാനുള്ളതല്ല. ഈ പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ ഞെട്ടലുണ്ടാകും. അവൻ ആ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്ക് ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്, ഈ മാനിക ബോധമുണ്ടെങ്കിൽ അവൻ അവന്റെ വീട്ടിലെ ഈ രൂപത്തിലുള്ള ഏത് മോശത്തരങ്ങൾ അരിച്ചിറങ്ങുന്ന ചാനലുകളുണ്ടോ അവൻ കട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കട്ട് ചെയ്യാതിരിക്കാൻ കഴിയൂല. കാരണം അത്രമാത്രം പച്ചയായി ലോകത്തിന് നടന്നിട്ടുള്ള സംഭവങ്ങളെ ഓരോന്നോരോന്നായി ആർക്കും നിഷേധിക്കാനാവാത്ത പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൽ സംവിധാനിച്ചിട്ടുള്ളത്, ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വലിയ ഒരു സാഹസം, അതല്ലെങ്കിൽ പലപ്പോഴും എന്താ ഒരു സാഹസം എന്ന് ഞാൻ വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞതാണ്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സംഗീതങ്ങൾക്കെതിരെ, മ്യൂസിക്കുകൾക്കെതിരെ, നമ്മുടെ വീടുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള സീരിയലുകൾക്കെതിരെ, സിനിമകൾക്കെതിരെ ഈ രൂപത്തിൽ
പല രൂപത്തിലും വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതിനെതിരെ പലപ്പോഴും നമ്മളൊക്കെ സംസാരിക്കുമ്പോ പലരും പറയുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊന്നും എന്ന്. ഇതൊക്കെ ഇന്നിത്ര പറയാനുണ്ടോ എന്ന്. ഇതൊക്കെ ആളുകൾ ഇതൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാനാണ്? നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലേക്ക്, കാടത്തമുള്ള ആ കാലഘട്ടത്തിലേക്ക്, പഴയ കാലത്തേക്ക് മനുഷ്യനെ പിടിച്ചു വലിക്കുകയാണോ? മനുഷ്യനിതൊന്നും ഇല്ലാതെ ഇന്ന് കഴിയില്ല, കുറച്ചൊക്കെ അങ്ങനെയൊക്കെ വേണം, അല്ലാതെ നടക്കൂല എന്ന രൂപത്തിൽ ഇത് വളരെ നിസ്സാരമായി കാണുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സാഹസമാണ്. ഇതിന് മുതിരുന്നവരെയൊന്നും സമൂഹം പൂമാലയിട്ട് സ്വീകരിക്കാറില്ല, അവരെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയാറില്ല. അതുകൊണ്ട് ഈ രംഗത്ത് ഏറ്റവും നല്ലൊരു കാൽവെപ്പായി ഇതിനെ കാണുകയാണ്. സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏത് രൂപത്തിലാണ് മാധ്യമങ്ങൾ മനസ്സുകൾ മലിനമാക്കുന്നത് എന്ന് ലൈംഗികാഭാസത്തരങ്ങളിലൂടെ, ക്രൂരത മനുഷ്യന്റെ മനസ്സിൽ കുത്തിവെക്കുന്നതിലൂടെ, മാതാപിതാക്കളോടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിലൂടെ, ദമ്പതികൾക്കിടയിലുള്ള രഞ്ജിപ്പും സ്നേഹവും മുറിച്ചു മാറ്റപ്പെടുന്നതിലൂടെ, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളിൽ ഈ മാധ്യമങ്ങൾ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ മനസ്സിനെ എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പുസ്തകത്തിൽ നിന്നുള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അതോടൊപ്പം എന്റെ ബഹുമാന്യനായ സഹോദരൻ അഡ്വക്കേറ്റ് മൊയ്നുദ്ദീൻ സാഹിബിനോട് സൂചിപ്പിക്കുവാനുള്ളത്, ഇതിലൊരു അവലോകനമാകുമ്പോൾ ഇതിൽ അല്പം ചില കുറവുകൾ കാണുന്നു. എന്താണ്? ഒരു ഇസ്ലാമിക് ടച്ച് കൂടി കൂടുതൽ ഉണ്ടാവേണ്ടിയിരുന്നു. ഒരു പൊതു ജനറൽ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പുസ്തകമാണ്. ഇസ്ലാം ഇത്തരത്തിലുള്ള എല്ലാ മോശത്തരങ്ങളുടെയും മുരടറുക്കാനാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. നിങ്ങൾ നോക്കൂ, എല്ലാ ആഭാസത്തരങ്ങളുടെയും തുടക്കമായി ഇസ്ലാം കാണുന്നത് അനാവശ്യത്തിലേക്കുള്ള നോട്ടമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറഞ്ഞേക്കൂ അവർ കണ്ണുകൾ താഴ്ത്തട്ടെ. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഇസ്ലാം പറഞ്ഞു. നീ അനാവശ്യമായതിലേക്ക് നീ നോക്കരുത്. യാദൃച്ഛികമായി നോക്കിപ്പോയെങ്കിൽ നീ ഒരിക്കൽ ഒരു നോട്ടത്തെ മറ്റൊരു നോട്ടവുമായി നീ തുടർത്തരുത്. കാരണം ഒന്നാമത്തേത് നീ അറിയാതെ പെട്ടുപോയ നോട്ടമാണ്, രണ്ടാമത്തേത് നിന്നിൽ നിന്നാണ്, പിശാചിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനാനി സിനാഹുമൻ നദറു, നിന്റെ 2 കണ്ണുകളുടെ വ്യഭിചാരമാണ് ഹറാമിലേക്ക് നോക്കൽ. കണ്ണുകൾ കൊണ്ട് വീടിന്റെ അകത്തിരുന്ന് വ്യഭിചരിക്കുന്ന ആളുകളാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ വീടുകളിൽ മാതാപിതാക്കളും കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഭാഷയിൽ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുക വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട്. അൽലുദുനാനി വല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാൾ, കാതുകളുടെ വിചാരമാണ് ഹറാമ് കേൾക്കൽ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്നില്ലേ നമ്മുടെ നബിയെ? നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അരുത് മുസ്ലിമേ, നിന്റെ കണ്ണുകൊണ്ട് അനാവശ്യത്തിലേക്ക് നോക്കിപ്പോകരുത്, അത് നിന്റെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമായി പോകും. അരുത് മുസ്ലിമേ, നിന്റെ കാതുകൊണ്ട് നീ ഹറാമ് കേട്ടുപോകരുത്. ഹറാമായ രൂപത്തിലുള്ള ആശയങ്ങൾ പ്രതിഫലിക്കുന്ന ശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. കുറച്ച് എടുക്കുക, കുറച്ച് ഒഴിവാക്കുക, അത് ജൂദായിസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ജൂതന്മാരുടെ സ്വഭാവം എന്താണ്. അവരെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കാൻ കാരണം ജൂതന്മാരോടൊരു കുടിപ്പകയുണ്ടായത് കൊണ്ടാണോ? ജൂതൻ എന്ന് പറയുന്ന വർഗത്തോടുള്ള വർഗവിദ്വേഷം കൊണ്ടാണോ പടച്ചവൻ അവരെ ശപിച്ചത്, അവരോട് കോപിച്ചത്? ഒരിക്കലുമല്ല. അള്ളാഹു അവരോട് ചോദിച്ചത്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദിൻ, വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചിലതെല്ലാം നിങ്ങൾ തിരസ്കരിക്കുകയും തള്ളുകയും ചെയ്യുന്നു. ആ ഇരട്ടത്താപ്പ് പാടില്ല. സമ്പൂർണമായി നിങ്ങൾ കിതാബ് ഉൾക്കൊള്ളണം എന്നാണ് അവരോട് പറഞ്ഞത്. അവരതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് റളിയല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ കോപിച്ചു. ആ വർഗത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് ദിനേന എന്നോണം 17 പ്രാവശ്യം നിർബന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുന്നവനാണ് ഓരോ മുസ്ലിമും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരുടെ പാർട്ടിയിൽ, അവരുടെ സ്വഭാവത്തിൽ നീ എന്നെ ചേർക്കരുതേ, മറിച്ച് നിന്റെ അംബിയായിന്റെ ശുഹദായിന്റെ സിദ്ദീഖീങ്ങളുടെ സാലിഹീങ്ങളുടെ വഴിയിൽ നീ എന്നെ ചേർക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നവരാണ് ഈ ഇരിക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരെ മുഴുവനും. ഈ ദൗത്യം നമ്മൾ മറക്കരുത്. ഈ ലക്ഷ്യം, നമ്മുടെ ഈ ഒരു ആഗ്രഹം, നമ്മുടെ ഈ ഒരു പ്രാർത്ഥന, അത് കേവലം ഒരു പ്രാർത്ഥനയിൽ ചുണ്ടിൽ ഒതുങ്ങുന്ന ഒരു പ്രാർത്ഥനയായി മാറരുത്. നമ്മുടെ മനസ്സത് ഏറ്റെടുക്കണം.
നമ്മുടെ മനസ്സ് ഏറ്റെടുക്കണം. ജൂതന്മാർ ഈ സമൂഹത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിൽ കുത്തിവെക്കാൻ മുസ്ലിം മനസ്സാക്ഷിയെ, മുസ്ലിമീങ്ങളുടെ മനസ്സുകളെ എങ്ങനെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വിഷബീജങ്ങൾ വിതക്കണം എന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗൂഢമായ പദ്ധതി ആവിഷ്കരിച്ചതാണ്. സിനിമയിലും സീരിയലുകളിലും ഒക്കെ തുടങ്ങി ഇന്ന് വൈവിധ്യമാർന്ന മേഖലയിലൂടെ നെറ്റുകളിലൂടെയൊക്കെ അവരിന്ന് ആയിരക്കണക്കിന് സൈറ്റുകളിലൂടെ ഈ മാലിന്യങ്ങൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വാരി വിഴുങ്ങുകയാണ് നമ്മൾ ഫാഷന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ. അംഗീകരിച്ചു കൊടുക്കരുത് സഹോദരന്മാരെ. നാം മുസ്ലിമാണ്, നാം മുസ്ലിമീങ്ങളാണ്. തിന്മക്കെതിരെ പ്രതിരോധ നിര നമ്മളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അതിന് ഏറ്റവും ഒരു നിമിത്തമാകുന്ന നിലക്ക് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് പറഞ്ഞു വന്നത്. ആ കാര്യങ്ങളിലേക്ക് കൂടിയുള്ള വിശുദ്ധ ഖുർആനിലൂടെ വന്നിട്ടുള്ള സൂചനകൾ, ഹദീസുകളിൽ വന്നിട്ടുള്ള സൂചനകൾ വിശദമായ അർത്ഥത്തിലല്ലെങ്കിലും ഈ പുസ്തകത്തിൽ അതും കൂടി ഉണ്ടായാൽ പരിപൂർണമായി ഭംഗിയായിരുന്നു. അടുത്ത പതിപ്പിൽ അങ്ങനെ ഒരു അധ്യായം കൂടി ഇസ്ലാമികമായി ഇതിനുള്ള വശങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും കൂടി ഒരാശയം കൂടി ഇതിലുണ്ടായാൽ, അതിൽ ആ നിലക്ക് കൂടി ഒരു ഇസ്ലാമിക് ടച്ച് കൂടുതൽ ഉണ്ടായാൽ വളരെ നന്നായിരുന്നു. അത് സഹോദരന്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ തന്നെ കുറിപ്പ് തന്നു. അതിൽ ഈ കാര്യത്തിനാണ് ഊന്നൽ നൽകുന്നത്. അൽഹംദുലില്ലാ. അപ്പോ അത് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിലായിരിക്കും. അല്ലാഹുവേ, നേട്ടങ്ങൾ ഏത് നിലക്കും പരലോകത്താണ് നാം ആശിക്കുന്നത്. പുസ്തകം എഴുതുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അത് വിതരണം നടത്തുമ്പോഴും എല്ലാം അതിന്റെ പിന്നിൽ നമ്മുടെ ഉദ്ദേശം ആഖിറത്തിൽ രക്ഷപ്പെടലാണ്. ആ നിലക്ക് ഒരു സാലിഹായ അമലായി നമ്മുടെ സഹോദരനിൽ നിന്നും ഈ പങ്കെടുത്ത നമ്മുടെ ഈ പ്രവർത്തനവും അള്ളാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കോട്ടങ്ങളോ പോരായ്മകളോ ന്യൂനതകളോ മനുഷ്യ സഹജമാണ്. മനുഷ്യനാണെങ്കിൽ അത് സംഭവിക്കും. അള്ളാഹുവിന്റെ കലാമിൽ മാത്രമാണ് വൈരുദ്ധ്യവും തെറ്റുകളുമൊന്നും സംഭവിക്കാതിരിക്കുക. മനുഷ്യരാണെങ്കിൽ അതൊക്കെ സംഭവിക്കും. എന്തെങ്കിലും കോട്ടങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അർഹമർ റഹീമീനായ നാഥൻ അത് പുറത്തു തരികയും നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തോടുകൂടി എല്ലാ സഹോദരീ സഹോദരങ്ങളും ഉൾക്കൊള്ളണം എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തിക്കൊണ്ട് ഈ ഗ്രന്ഥത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ടും ഇതുകൊണ്ട് ഈ സമൂഹത്തിൽ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഒരു സമൂഹത്തിന്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു കൂട്ടായ്മയുണ്ടാകാൻ ഈ ഗ്രന്ഥം നിമിത്തമാകണേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പച്ചയായ ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിച്ചുകൊണ്ട് ആന്തരിക ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ. വ്യക്തിത്വ വികസനം, വൈവാഹിക ജീവിതം, കുടുംബജീവിതം, ശിശുപരിപാലനം, സ്ട്രെസ് മാനേജ്മെന്റ്, ആത്മവിശ്വാസം നേടാനുള്ള മാർഗങ്ങൾ, ജീവിത വിജയത്തിന്റെ രഹസ്യ കലകൾ മുതലായ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾ. സമാധാനത്തിലേക്കുള്ള ഒരു സന്ദേശം. ആന്തരിക ശാന്തിയും സമാധാനവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള ഒരു കൂട്ടം പുസ്തകങ്ങൾ. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ, റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് ആന്തരിക ശാന്തിയും സമാധാനവും നൽകുന്ന പുസ്തകങ്ങൾ. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം ഹൃദയത്തിന്റെ ഭാഷയിലൂടെ കൈകാര്യം ചെയ്യുന്ന റിനൈസൻസ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. പുസ്തകരചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. കേരളത്തിലെ മത, സാംസ്കാരിക, ബൗദ്ധിക രംഗത്തുള്ള വ്യത്യസ്ത സംഘടനകളുടെ നേതാക്കളും പണ്ഡിതന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വായിച്ച് മികച്ചതും കാലിക പ്രസക്തവും പ്രായോഗികവും ഒപ്പം ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള റഫറൻസ് പുസ്തകമായി ഓരോരുത്തരുടെ വീട്ടിലും സൂക്ഷിക്കേണ്ടതുമെന്ന് സാക്ഷ്യപ്പെടുത്തിയ പുസ്തക പരമ്പര. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 1. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പുസ്തക പരമ്പര വായനക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തീർത്ത മാറ്റത്തിന്റെ പ്രതിഫലനമാണ് കുസൃതിയില്ലാത്ത കുട്ടികൾ എന്ന ഈ പുസ്തകം. വികൃതിയുടെയും അച്ചടക്കരാഹിത്യത്തിന്റെയും അനുസരണക്കേടിന്റെയും വഴികളിൽ എത്തിച്ചേരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പുസ്തക പരമ്പരയിലൂടെ ബോധ്യമായി. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ തന്നെ വികൃതികളായിരിക്കുകയാണ്. അവരുടെ അനുസരണക്കേടും അച്ചടക്കരാഹിത്യവും മൂലം ജീവിതം തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തു ചെയ്യണം എന്ന വായനക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ പുസ്തകം. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 2. നിങ്ങളുടെ അസറ്റായ മക്കൾ അസത്തായി മാറാതിരിക്കാൻ.
മുത്തിനേക്കാൾ വിലമതിക്കുന്ന നിങ്ങളുടെ മക്കൾ മുത്താറിയേക്കാൾ വിലയില്ലാത്തവരായി മാറാതിരിക്കാൻ. നിങ്ങളുടെ കൺകുളിർമയായ മക്കൾ കണ്ണിന്റെ കരടായി മാറാതിരിക്കാൻ. കുസൃതിയില്ലാത്ത കുട്ടികൾ ഭാഗം 2. പുസ്തകരചന അഡ്വക്കേറ്റ് മൊഈനുദ്ദീൻ. വൈവാഹിക ജീവിതം വിജയകരമായി തീരാനുള്ള രഹസ്യ കലകൾ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾ. പ്രണയത്തെ വൈവാഹിക ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് ആന്തരിക ശാന്തിയും സമാധാനവും ലഭിച്ച് സന്തോഷകരമായി ജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്ന പ്രണയം പ്രിയതമയോട് പ്രിയതമനോട് എന്ന പുസ്തകം. വൈവാഹിക ജീവിത വിജയത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന ക്ഷമയെക്കുറിച്ച് പറയുന്ന ക്ഷമാലുക്കളോട് എന്ന പുസ്തകം. ഇണകൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റിയ ഹൃദയ ചിന്താ ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇണകളോട്. സ്ത്രീകളുടെ മനഃശാസ്ത്രവും ചിന്തായും രീതികളുമൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിനുള്ള സ്ത്രീകളോട് എന്ന പുസ്തകം. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ വായിക്കേണ്ടുന്ന പുസ്തകം. വൈവാഹിക ജീവിതത്തിനൊരു മുതൽക്കൂട്ട്. അറബിക് ഈസ് ഈസി. അറബി പഠിക്കാൻ ഒരു ശാസ്ത്രീയ ഫോർമുല. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. അത്യത്ഭുതകരവും അതിവിസ്മയകരവും ഒപ്പം അങ്ങേയറ്റം ലളിതവുമാണ് അറബി ഭാഷ. അറബി ഭാഷയുടെ ചില രഹസ്യ കോഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അറബി ഭാഷയിൽ നിങ്ങൾ അഗ്രഗണ്യനായി കഴിഞ്ഞു. ആ രഹസ്യ കോഡുകളെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പായ NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ആശയവിനിമയ ടെക്നിക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ പുസ്തകം. ലോകചരിത്രത്തിൽ ആദ്യമായി നടന്ന ഈ സംയോജനം അറബി ഭാഷയും ആധുനിക മനഃശാസ്ത്ര ടെക്നിക്കുകളും നിങ്ങളെ ഒന്നാം തരം ഭാഷാ നിപുണനാക്കുക തന്നെ ചെയ്യും. അറബിക് ഈസ് ഈസി. അറബി പഠിക്കാൻ ഒരു ശാസ്ത്രീയ ഫോർമുല. രചന അഡ്വക്കേറ്റ് മുഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്, കണ്ണൂർ. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു മനഃശാസ്ത്ര ഫോർമുല. ഇംഗ്ലീഷ് ഈസ് ഈസി. പുസ്തകരചന അഡ്വക്കേറ്റ് മൊഈനുദ്ദീൻ. അതെ സുഹൃത്തുക്കളെ, ഇംഗ്ലീഷ് ഈസ് ഈസി. ഇംഗ്ലീഷ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ബുദ്ധിപരമായി ഏത് തലത്തിലുള്ളവർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാൻ പറ്റിയ ഒരു ഭാഷയാണത്. പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയത് നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ കുറവോ ഇംഗ്ലീഷിൻ്റെ കാഠിന്യമോ അല്ല, മറിച്ച് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട രീതി ശരിയല്ല എന്നതായിരുന്നു. ഇവിടെ ഇതാ ഒരു നൂതന ശൈലി. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ആശയവിനിമയ ശാസ്ത്രമായ TA, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നീ മനഃശാസ്ത്ര ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും ലളിതമായ ശൈലി. ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു മനഃശാസ്ത്ര ഫോർമുല. ഇംഗ്ലീഷ് ഈസ് ഈസി. ദ ബുക്ക് ദാറ്റ് ഡിഫൈൻസ് യുവർ ഫ്യൂച്ചർ. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവരുന്ന ഒരു പറ്റം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. അറബ് ലോകത്തെ വിശ്രുതരായ ഇസ്ലാമിക പണ്ഡിതന്മാർ, മറ്റു പല രാഷ്ട്രങ്ങളിലെയും വായനക്കാർ മുതലായവർ വായിച്ച് അത്യത്ഭുതകരം എന്ന് വിലയിരുത്തിയ പുസ്തകങ്ങൾ. ആധുനിക ശാസ്ത്രവും ഇസ്ലാമിക പാഠങ്ങളും കോർത്തിണക്കി ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്ന് വിശദീകരിക്കുന്ന ഏതാനും ചില കൃതികൾ. ദ ഇന്നർ ജോയ് ഓഫ് റിലേഷൻഷിപ്സ്, പേൾസ് ഓഫ് പീസ്, പീസ്ഫുൾ പാരന്റിംഗ്, ദ ബുക്ക് ഓഫ് ഇന്നർ പീസ്, ഇസ്ലാം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൽക്കമി ഫോർ യുവർ പീസ് ഓഫ് മൈൻഡ്, വിമൻഹുഡ്, പേഷ്യൻസ്. ഗ്രന്ഥരചന അഡ്വക്കേറ്റ് മൊഈനുദ്ദീൻ. പ്രസാധനം റിനൈസൻസ് ബുക്സ്. പുസ്തകങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലെത്തുന്നു. വിലാസം: ദ സർക്കുലേഷൻ മാനേജർ, റിനൈസൻസ് ബുക്സ്, പൊക്കുണ്ട്, കുറുമാത്തൂർ PO, കണ്ണൂർ. പിൻകോഡ് 670142. ഫോൺ നമ്പർ 9995401989. ഇമെയിൽ അഡ്രസ് rensbooks@yahoo.com. വെബ്സൈറ്റ് www.rensbooks.com. നിങ്ങളുടെ ഓർഡറിനായി വിളിക്കുക 9995401989. Our Calicut address: Stadium Complex, opposite Mathrumi Books, Calicut. Phone number 8138008816. നമ്പർ ഒരിക്കൽ കൂടി 8138008816.
8816. പുസ്തകങ്ങൾ UAE-ൽ ലഭിക്കുന്നതിന് വേണ്ടി 0097156878454 എന്ന നമ്പറിൽ വിളിക്കുക.